പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0 to 2π ഇന്റർവെലിനകത്ത് വരുന്ന വാല്യൂസ് ആയിരിക്കണം. ഇവിടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ജനറൽ സൊല്യൂഷനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ജനറൽ സൊല്യൂഷൻ ആദ്യം നമ്മൾ കണ്ടെത്തുന്നത് sin x is equal to 0 എന്ന് പറയുന്ന ഫംഗ്ഷന്റെയാണ്. sin x is equal to 0യുടെ ജനറൽ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ sin xന്റെ ഗ്രാഫ് വരച്ചിരിക്കുന്നു. sin xന്റെ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. sin xന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് x ആക്സിൽ ഏതൊക്കെ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഗ്രാഫിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. sin x എന്ന് പറയുന്ന ഈ ഗ്രാഫിൽ x ആക്സിൽ ഏതൊക്കെ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു? 0, π, 2π, 3π, 4π, etc. Similarly, -π, -2π, -3π, -4π ഇങ്ങനെയുള്ള വാല്യൂസിലെല്ലാം അത് x ആക്സിസിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിന്റെ sin x is equal to 0യുടെ സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ sin x എപ്പോഴൊക്കെയാണ് 0 ആകുന്നത്? ഏതൊക്കെ പോയിന്റിലാണ് 0 ആകുന്നത്? ഏതൊക്കെ പോയിന്റിലാണ്? 0-ല്, π-ല്, 2π-ല്, 3π-ല്, -π-ല്, -2π-ല്, -3π, etc. അങ്ങനെ എല്ലാ ഇൻഡിജേഴ്സിനും π, 2π, 3π അങ്ങനെയുള്ള എല്ലാ പോസിറ്റീവ് ഇൻഡിജേഴ്സിനും നെഗറ്റീവ് ഇൻഡിജേഴ്സിനും sin x 0 ആകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ sin x is equal to 0യുടെ ഒരു പൊതുവായ സൊല്യൂഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം xന്റെ വാല്യൂ 0 ആകുമ്പോൾ sin x is equal to 0 ആകുന്നുണ്ട്. xന്റെ വാല്യൂ π ആകുമ്പോൾ sin x is equal to 0 ആകുന്നുണ്ട്. xന്റെ വാല്യൂ 2π ആകുമ്പോൾ sin x is equal to 0 ആകുന്നുണ്ട്. xന്റെ വാല്യൂ 3π ആകുമ്പോൾ sin x is equal to 0 ആകുന്നുണ്ട്. xന്റെ വാല്യൂ 4π ആകുമ്പോൾ sin x is equal to 0 ആകുന്നുണ്ട്. അതുപോലെ തന്നെ xന്റെ വാല്യൂ -π ആകുമ്പോൾ sin x is equal to 0 ആകുന്നുണ്ട്. xന്റെ വാല്യൂ -2π ആകുമ്പോൾ sin x 0 ആകുന്നുണ്ട്. xന്റെ വാല്യൂ -3π ആകുമ്പോൾ sin xന്റെ വാല്യൂ 0 ആകുന്നു. അങ്ങനെ എല്ലാ ഇൻഡിജേഴ്സിലും ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് പൈയിലും sin xന്റെ വാല്യൂ 0 ആകുന്നുണ്ട്. അപ്പോൾ sin xന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും x is equal to nπ ആകുമ്പോൾ, n is an integer, n-ന് നെഗറ്റീവ് വാല്യൂസ് എടുക്കാം, പോസിറ്റീവ് വാല്യൂസ് എടുക്കാം. nπ മൾട്ടിപ്പിൾസ്, അതായത് മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആകുമ്പോൾ sin x 0 ആകുന്നു. അപ്പോൾ sin x is equal to 0യുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x is equal to nπ, n belongs to set of integers. n-ന് +1, +2, +3 എന്നുള്ള വാല്യൂസും നെഗറ്റീവ് വാല്യൂസ് ആയ -1, -2, -3 എന്നുള്ള വാല്യൂസ് കൊടുത്താലും നമുക്ക് sin x is equal to 0യുടെ ജനറൽ സൊല്യൂഷൻ കിട്ടും. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടെത്താൻ എളുപ്പമാണ്. 0 to 2π വരെയുള്ള ഇന്റർവെൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 0 മുതൽ 2π വരെയുള്ള ഇന്റർവെല്ലിൽ അതിന്റെ സൊല്യൂഷൻ നോക്കിയാൽ മതി. ഇവിടെ 0 മുതൽ 2π വരുമ്പോൾ അതിന്റെ സൊല്യൂഷൻ നമുക്കറിയാം എവിടേക്കാണ് അത് 0 ആകുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് sin x is equal to 0 ആകുന്ന പോയിന്റ്സുകൾ കണ്ടെത്തിയാൽ മതി. അതിന് വേണ്ടിയിട്ട് x ആക്സിൽ അത് ഏതൊക്കെ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് നോക്കുക. ആ പോയിന്റിനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നത്. അതിന് ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് x is equal to nπ, n belongs to set of integers. അടുത്തത് cos x is equal to 0 ആകുന്ന ഫംഗ്ഷന്റെ ജനറൽ സൊല്യൂഷൻ കാണണം. cos x is equal to 0 ആകണമെങ്കിൽ നമുക്ക് cos xന്റെ ഗ്രാഫ് വരച്ചു നോക്കാം. cos xന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുന്നത്. അപ്പോൾ cos xന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ x is equal to 0 ആകുന്ന ഗ്രാഫ് കണ്ടെത്തണമെങ്കിൽ ഇവിടെ x ആക്സിസിൽ ഏതൊക്കെ പോയിന്റിലാണ് cos x 0 ആകുന്നതെന്ന് നോക്കിയാൽ മതി അല്ലേ? അല്ലെങ്കിൽ x ആക്സിസിൽ ഏതൊക്കെ പോയിന്റിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്? x ആക്സിൽ മീറ്റ് ചെയ്തും പോകുന്ന പോയിന്റ്, അല്ലെങ്കിൽ x ആക്സിസിൽ അതിന്റെ വാല്യൂ 0 ആകുന്ന എവിടെയാണെന്ന് നോക്കുക. ഏതൊക്കെ പോയിന്റിലാണ് വാല്യൂ 0 ആകുന്നത്? cos xന്റെ ഗ്രാഫ് π/2-ല്, 3π/2-ല്, 5π/2-ല്. അടുത്ത വാല്യൂ ഏതായിരിക്കും? 7π/2. അടുത്തത് -π/2, -3π/2, -5π/2, -7π/2. ഇങ്ങനെയുള്ള വാല്യൂസിലെല്ലാം ഈ cos xന്റെ വാല്യൂ 0 ആകുന്നത്. cos xന്റെ വാല്യൂ 0 ആകുന്നതാണ് അത് x ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഈ വാല്യൂസ് എല്ലാം.
pi by 2, 3 pi by 2, 3 pi by 2, 5 pi by 2, 7 pi by 2. Similarly, left side വരുമ്പോൾ minus pi by 2, minus 3 pi by 2, minus 5 pi by 2 അങ്ങനെ പോകും. അപ്പോൾ അതിന്റെ ജനറൽ സൊല്യൂഷൻ കാണാൻ നിങ്ങൾക്കറിയാം. ഈ വാല്യൂസ് എല്ലാം എഴുതിയാൽ ജനറൽ സൊല്യൂഷൻ ആയി കഴിഞ്ഞു. pi by 2, 3 pi by 2, 5 pi by 2 അങ്ങനെ വാല്യൂസ് എഴുതിയാൽ മതി. പക്ഷെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ ഒരു പൊതു സ്വഭാവത്തിലേക്ക് എഴുതുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ നമുക്കറിയാം ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് pi by 2 ആണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഓഡ് മൾട്ടിപ്പിൾസ് ആണ്. ഒന്നാമത്തത് 1 pi by 2, രണ്ടാമത്തതാണെങ്കിൽ 3 pi by 2, അടുത്തതാണെങ്കിൽ 5 pi by 2, അടുത്തതാണെങ്കിൽ 7 pi by 2, അടുത്തത് 9 pi by 2 അങ്ങനെ പോകുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ minus pi by 2, minus 3 pi by 2, minus 5 pi by 2, minus 7 pi by 2 അങ്ങനെ പോകുന്നത്. അതായത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് pi by 2 ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ എഴുതും? x is equal to 2n plus 1 into pi by 2. എന്നിന്റെ വാല്യൂ ഇൻഡിജേഴ്സ് ആണ്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അതായിരിക്കും cos x is equal to 0യുടെ ജനറൽ സൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? അടുത്ത sin x മൈനസ് sin yയുടെ ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തണം. അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരുന്നത് sin x is equal to sin y ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെ വരും? sin x is equal to sin y. For any real numbers x and y, sin x is equal to sin y. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ x is equal to n pi plus minus 1 raised to 1 n into y എന്ന് കിട്ടണം. നമുക്ക് sin x is equal to sin y എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ജനറൽ സൊല്യൂഷൻ n pi plus minus 1 raised to n into y എന്ന് കണ്ടെത്തണം. sin x is equal to sin y ആയതുകൊണ്ട് sin x minus sin y equal to 0. ഈ sin y ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. sin x minus sin y equal to 0. That is sin c minus sin d. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 2 cos c plus d by 2 sin c minus d by 2. അതനുസരിച്ച് ഇവിടെ 2 cos x plus y by 2 sin x minus y by 2 equal to 0 എന്ന് കിട്ടി. അതായത് 2 cos x plus y by 2 sin x minus y by 2 equal to 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 2 0 ആകണം, അല്ലെങ്കിൽ cos x plus y by 2 0 ആകണം, അല്ലെങ്കിൽ sin x minus y by 2 0 ആകണം. 2 ഒരിക്കലും 0 ആകത്തില്ല. പിന്നെ പോസിബിലിറ്റി ഒന്നെങ്കിൽ cos x plus y by 2 0 ആകണം, അല്ലെങ്കിൽ sin x minus y by 2 0 ആകണം. ഇത് 0 ആകുമെന്ന് പറഞ്ഞാൽ cos x plus y by 2 0 ആകാം, അല്ലെങ്കിൽ sin x minus y by 2 0 ആകാം. ആ രണ്ട് പോസിബിലിറ്റി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. cos x plus y by 2 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം cos x is equal to 0 എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് മനസ്സിലാക്കിയതാണ്. cos x is equal to 0യുടെ ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ളത്. അതിന്റെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് pi by 2ലെല്ലാം cos x is equal to 0 ആയിരുന്നു. അതിന് നമ്മൾ ജനറലി എഴുതിയ 2n plus 1 into pi by 2 എന്നായിരുന്നു എഴുതിയിരുന്നത്. അതനുസരിച്ച് ഇവിടെ cos of x plus y by 2 equal to 0 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ x plus y by 2 എന്താകണം? ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് pi by 2 ആകണം. എന്നെങ്കിൽ മാത്രമേ ഈ വാല്യൂ എന്താകത്തുള്ളൂ? 0 ആകത്തുള്ളൂ. അപ്പം x plus y by 2 equal to 2n plus 1 into pi by 2. അതുപോലെ sin of x minus y by 2 equal to 0 എന്നാണ്. sin x 0 ആകുന്നത് x n pi ആകുമ്പോഴാണ്. അപ്പൊ ഇവിടെ x ന് പകരം x minus y by 2 ആണ്. അത് 0 ആകുന്നത് എപ്പോഴും n pi ആകുമ്പോഴാണ്. x plus y by 2 equal to 2n plus 1 into pi by 2. x minus y by 2 is equal to n pi. x plus y is equal to 2n plus 1 into pi. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി. അതിൽ നിന്നും x is equal to നമുക്ക് എന്ത് കിട്ടും? 2n plus 1 into pi minus y എന്ന് കിട്ടും. ഈ പ്ലസ് y റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് y. x minus y by 2 is equal to n pi. അതിൽ നിന്ന് x minus y is equal to 2n pi എന്ന് കിട്ടി. ഈ 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു.
അടുത്ത എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? 2n π. ഈ -5 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +5 ആയി. അപ്പോൾ ഇക്വേഷൻ x is equal to 2n plus 1 into pi minus y equal to x is equal to 2n pi plus y എന്ന് കിട്ടി. ഇവിടെ y യുടെ വാല്യൂ നെഗറ്റീവ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ y പോസിറ്റീവാണ്. അതായത് ഇത് ഫസ്റ്റ് ക്വാർട്ടർ റൈറ്റ് സൈഡിൽ വരും, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇത് വരും -5 വരും. അപ്പൊ അതുകൊണ്ട് ഈ y എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? -1 + 2n + 1 × y എന്ന് കൊടുക്കും. ഇവിടെ വരുന്ന പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് -1 * 2n എന്ന് കൊടുക്കും. എന്നിന് ഏത് വാല്യൂ എന്ന് കഴിഞ്ഞാൽ ഇവിടെ എടുക്കുമ്പോൾ അതെന്തായിട്ട് പോകും? പോസിറ്റീവ് ആയിട്ട് പോകും. ഇവിടെ എന്നിന് വാല്യൂസ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് വരും. എന്നിന് 1 കൊടുക്കുമ്പോൾ 2 + 1 3 വരും. അപ്പോൾ -1 * 3 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് y വരും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റും x is equal to n pi plus -1 raised to n into y എന്ന് കിട്ടും. അപ്പോൾ sin x is equal to sin y എന്ന് പറയുന്നത് അതിന്റെ ജനറൽ സൊല്യൂഷൻ x is equal to n pi plus -1 raised to n y എന്നാണ്. നിങ്ങൾക്ക് പ്രൂഫ് ആവശ്യമില്ല, ഈ റിസൾട്ട് മാത്രം ഓർത്തിരിക്കുക. sin x is equal to sin y ആകുമ്പോൾ എക്സിന്റെ വാല്യൂ n pi plus -1 raised to n into y എന്നായിരിക്കും. അടുത്ത റിസൾട്ട് cos x is equal to cos y ആണെങ്കിൽ x is equal to 2n pi plus or minus y ആണ്. അതിന്റെ പ്രൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രൂഫ് ആവശ്യമില്ല, അതിന്റെ റിസൾട്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് പ്രൂഫ് പോയേക്കുന്നത്. ഇവിടെ cos x minus cos y equal to 0 എന്ന് കിട്ടി. അതിൽ നിന്ന് cos c minus cos d വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഒരു ടേം കിട്ടുന്നത് sin of x plus y by 2 equal to 0. sin x 0 ആകുന്നത് എപ്പോഴാണ്? n pi വരുമ്പോഴാണ്. അപ്പം sin of x plus y by 2 0 ആകുന്നത് എപ്പോഴാണ്? x plus y by 2 equal to n pi ആകുമ്പോൾ. അതുപോലെ തന്നെ sin x 0 ആകുന്നത് n pi ആണ്. ഇവിടെ x ന് പകരം x minus y by 2 ആണ്. അപ്പൊ x minus y by 2 0 ആകുന്നത് n pi ആകുമ്പോഴാണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x is equal to 2n pi plus or minus y എന്ന് കിട്ടും. അപ്പൊ cos x is equal to cos y ആണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2n pi plus or minus y എന്നാണ്. സിമിലർലി tan x is equal to tan y ആണെങ്കിൽ x ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x is equal to n pi plus y ആണ്. അതിന്റെ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇത്രയും റിസൾട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇതനുസരിച്ചുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാം.